പഠിക്കുന്നതിന് മുമ്പ് അഥവാ അനന്തരാവകാശ ശാസ്ത്രങ്ങളെ കൃത്യമായി പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ പള്ളി ദർസുകളിൽ പഠനം നടത്തിയിരുന്ന ഒരു ഗ്രന്ഥമായിരുന്നു അബ്ദുൽ അസീസ് അൽ വേലൂരിയുടെ അൽ ഫറായിദുൽ മുഹമ്മദിയ്യ എന്ന ഗ്രന്ഥം. ഈ ഫറായിദുൽ മുഹമ്മദിയ്യയിലെ റബിൽ അർഹാമിന്റെ മസ്അല പറയുന്നിടത്ത് ചില വിവാദങ്ങൾ ഉണ്ടായി. അഥവാ ബഹുമാനപ്പെട്ട അൽ ഫഖീഹ് വെള്ളിയാമ്പുറം സയ്യിദ് അലി ഉസ്താദ് അവറുകൾ പറവണ്ണയിലുള്ള ഒരു കുടുംബത്തിന്, ഒരു മക്കളൊക്കെ മരിച്ചുപോയ കുടുംബങ്ങളില്ലാത്ത ഒരു കുടുംബത്തിന് അനന്തര സ്വത്ത് കിട്ടും എന്ന ഒരു ഫത്വ കൊടുത്തപ്പോൾ പറവണ്ണ ഉസ്താദ് അവറുകൾ അത് കിട്ടുകയില്ല എന്ന് ഫത്വ കൊടുക്കുകയും അങ്ങനെ സയ്യിദ് അലി ഉസ്താദ് തന്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ മുഹമ്മദ് ഉസ്താദിന്റെ അടുത്ത് വരികയും അങ്ങനെ ആ കാലഘട്ടത്തിൽ ഫറായിദുൽ മുഹമ്മദിയ്യയുടെ പേരിൽ, ഫറായിദുൽ മുഹമ്മദിയ്യയിലെ ഈ ഒരു മസ്അലക്ക് പേരിൽ തർക്കങ്ങളുണ്ടായ സാഹചര്യങ്ങളിൽ അതിനെക്കുറിച്ച് കേരളത്തിൽ മുഴുവൻ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച നടന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ വിവിധ ഗ്രന്ഥങ്ങൾ ഫറായിദുൽ മുഹമ്മദിയ്യയിലെ റബിൽ അർഹാമിന്റെ ഈ മസ്അലകൾക്കെതിരെ തത്വിൽ ഔഹാം, അതുപോലെ തന്നെ ദഫ്ഉൽ ഔഹാം എന്ന പേരിൽ ബഹുമാനപ്പെട്ട വൈലത്തൂർ ബാവ മുസ്ലിയാർ അടക്കമുള്ള നിരവധി പണ്ഡിത മഹത്തുക്കൾ അൽ ഫറായിദുൽ മുഹമ്മദിയ്യയുടെ ഈ മസ്അലയെ വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള ശർഹുകളും ഹാഷികളും എഴുതിയത് ചരിത്രത്തിലുണ്ട്. ബഹുമാനപ്പെട്ട പല്ലാർ കമ്മുസ്താദിന്റെ രചനകളുടെ കൂട്ടത്തിൽ നമ്മൾ ഈ മസ്അലകളെ കുറിച്ചുള്ള വിശാലമായ പഠനങ്ങൾ നമ്മൾ കണ്ടു. പല പണ്ഡിതന്മാരും എഴുതി ചോദിച്ചതും ഈ റബിൽ അർഹാമിന്റെ മസ്അല വിവാദമായിട്ടുണ്ടല്ലോ, ഉസ്താദ് അവർകളെ നിങ്ങൾ ഞങ്ങൾക്ക് ഫത്വ തരൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അസഹായത് മഹല്ലിയുടെ അഭിപ്രായമാണ്, ഇത് അച്ചടിപ്പിശകാണ് എന്ന് ഉസ്താദ് അവർകൾ മറുപടി കൊടുത്തത് അവിടുത്തെ കയ്യെഴുത്ത് പ്രതികളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഖുലാസത്തുൽ ഹിസാബ്, ഗണിതശാസ്ത്രങ്ങളിലെ നമുക്കറിയാം, ഈ ഇപ്പോൾ പുതിയ കാലത്ത് നമ്മളൊക്കെ ഖുലാസത്തുൽ ഹിസാബൊക്കെ നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ അഥവാ BSc മാത്സും മറ്റുള്ള നമ്മുടെയൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ കണക്കിന്റെയൊക്കെ ഒരു 0.5 വരെയാണ് പൊതുവെ കണക്ക് കൂട്ടി വരാറുള്ളത്. എന്നാൽ ഖുലാസത്തുൽ ഹിസാബ് പഠിച്ച പണ്ഡിത പ്രതിഭകൾക്കറിയാം കണക്കിൽ അശേഷം അവശേഷിക്കാത്ത തരത്തിൽ കൃത്യമായ അവലോകനങ്ങളും അതിനെ പൂർണ്ണമായും സിസ്റ്റങ്ങളില്ലാതെ ഹരിക്കാനും സിസ്റ്റങ്ങളില്ലാതെ ഗുണിക്കാനും അങ്ങനെ 9ന്റെയും മറ്റേ ലെസ് ചെയ്തുകൊണ്ടൊക്കെയുള്ള വിവിധ പഠന മെത്തേഡുകൾ വളരെ സുവ്യക്തമായി പരിചയപ്പെടുത്തിയ ഒരു ഗ്രന്ഥമാണ് ഷെയ്ഖ് ബഹായിയുടെ ഖുലാസത്തുൽ ഹിസാബ് എന്ന് പറയുന്ന കിതാബ്. ഈ കിതാബിനെ വളരെ അവഗാഹത്തോടുകൂടി നമ്മുടെ നാടുകളിലെ മതവിദ്യാർത്ഥികളായ മുത്തഅല്ലിമുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതിനൊക്കെ വക്കത്ത് അവരെഴുതിയ ബഹുമാനപ്പെട്ട പല്ലാർ കമ്മു മുസ്ലിയാർ എഴുതിയ കണക്ക് കൂട്ടിയ വിവിധ പോസ്റ്റ് കാർഡുകളും വിവിധ പേപ്പറുകളും അവിടുത്തെ കയ്യെഴുത്ത് പ്രതികളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഗണിതശാസ്ത്രത്തിലും ഗോളശാസ്ത്രത്തിലും അതുപോലെ തന്നെ മീറാത്തിലും ഫറായിദിലും ഇങ്ങനെയുള്ള അനന്തരാവകാശ ശാസ്ത്രങ്ങളിൽ പൊതുവെ പണ്ഡിതന്മാർക്കൊക്കെ അല്പം പരിചയക്കുറവുള്ള പഠന ശാഖകളിലാണ് പല്ലാർ കമ്മു മുസ്ലിയാർ തന്റെ പ്രാവീണ്യം അടയാളപ്പെടുത്തിയത്. നമ്മുടെ ഈ നാട്ടിലെ ഹുമൂലിന്റെ ഹാലത്തിലായിരുന്നു ബഹുമാനപ്പെട്ടവരുണ്ടായിരുന്നത്. അഥവാ എന്നെ ആരും അറിയരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്, അങ്ങനെയുള്ള ആ ഒരു വിനയത്തിന്റെ ലോകത്ത് അവർ ജീവിച്ചതിനാലാണ്, ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ ഒതുങ്ങിക്കൂടിയതിനാലാണ് ഇത്രമേൽ പ്രതിഭയായ ഒരു പണ്ഡിതനെ ലോകം പരിചയപ്പെടാതെ പോയത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബീജഗണിതങ്ങൾ, ക്ഷേത്രഗണിതങ്ങൾ, നമ്മുടെയൊക്കെ സ്ഥലം നോക്കുമ്പോൾ ബിൽഡിംഗ് നിർമ്മാണം, നമ്മളൊക്കെ ഇപ്പോൾ ഹന്തസയുടെ ഭാഗമായി എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി നമ്മൾ പഠിക്കുന്ന മുഴുവൻ പഠനശാഖകളിലും കൃത്യമായ അവലോകനങ്ങൾ അവരുടെ കയ്യെഴുത്ത് പ്രതികളിലുണ്ട്. ഇങ്ങനെ നമ്മളൊക്കെ പുതിയ കാലത്ത് നമ്മളൊക്കെ പൊതുവെ അല്പമൊക്കെ നവോത്ഥാനം എന്ന പേരിലൊക്കെ ചില പുതിയ അടയാളപ്പെടുത്തലുകൾ ഭൗതിക ക്യാമ്പസുകളിൽ നിന്ന് ഡിഗ്രികളും PG പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള പല പഠനശാഖകളും PhD ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊക്കെ ചില സമൂഹത്തിലൊക്കെ പഴയകാല ഉലമാക്കൾക്കൊന്നും ഒന്നും തിരിയില്ല, അവരൊന്നും നവോത്ഥാനത്തിന്റെ ആളുകളല്ല എന്ന രീതിയിലുള്ള അവലോകനങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അവര് ആ മഹാനായ പല്ലാർ കമ്മു മുസ്ലിയാർ അടക്കമുള്ള ആ കാലത്തെ പണ്ഡിത പ്രതിഭകളെ എന്ന് അറിയണം. അവർ പള്ളിയുടെ മൂലയിൽ നിന്ന് ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന മുഴുവൻ ശാഖകളും കൃത്യമായി അവലോകനം ചെയ്ത സുന്ദരമായ ഒരു ചരിത്രം അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ മാത്രമല്ല, ബഹുമാനപ്പെട്ടവർ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കൃത്യമായ ഒരു ആശിഖായിരുന്നു, ഒരു മാദിഹായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ വിവിധ മദ്ഹിന്റെ കൃതികൾ നമ്മുടെ അവിടുത്തെ കുത്തുബ്ഖാനയിൽ
ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഖസീദത്തുൽ വിത്രിയക്ക് 3 ഇനം ശറഹ് ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടുണ്ട്. അതെല്ലാം കയ്യെഴുത്ത് പ്രതികൾ കൊണ്ടാണ്. ഒരു കൃതിയിൽ ചില ദഅനെ കുറിച്ച്, ബഹുമാനപ്പെട്ട കണ്ണീരിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അല്ലാമ ശൈഖ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു പരാമർശിക്കുമ്പോൾ ആ കണ്ണീര് ഏതെല്ലാം കവിതകളിൽ ഹബീബിനെ വർണ്ണിക്കുന്ന ഏതെല്ലാം കവിതകളിൽ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ടവരോട് പറയുന്നു. ഇതുപോലെ ചരിത്രത്തിൽ മുത്തുനബിയെ വർണ്ണിച്ച ഏതെല്ലാം പണ്ഡിതന്മാരുണ്ട് എന്നത് മഹാനവർ വിശേഷിപ്പിക്കുന്നു. അതിന്റെ നഹ്വിയായ ചർച്ചകൾ, അതിന്റെ ഫവായിദുകൾ, മഹബത്തിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങൾ, എങ്ങനെയാണ് മഹബത്തിന്റെ സിയാദത്തിനുള്ള മാർഗങ്ങൾ എന്നിവ അവിടുത്തെ ഖസായിദുൽ വിത്രിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ വ്യത്യസ്തങ്ങളായ പഠനശാഖകൾ, അൽഫിയക്ക് ബഹുമാനപ്പെട്ടവരെ അൽഫിയ നന്നാക്കിയത് നമുക്ക് അത്ഭുതത്തോടെ കാണാൻ കഴിയുകയുള്ളൂ. മഹാനായ ശൈഖ് പൊന്നാനി അഹ്മദ് പൊന്നാനി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കൾ നന്നാക്കിയ ഹാഷിയ എഴുതിയ ഫത്ഹുൽ മുഈനാണ് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ളത്. അവയുടെയൊക്കെ തുടക്കത്തിലാണ് നഹ്വിയായ ചർച്ചകൾ നമുക്ക് കാണുന്നത്, അഥവാ അവയുടെ തർക്കീബുകളൊക്കെ തുടക്കത്തിലാണ് നമുക്ക് കാണുന്നത്. എന്നാൽ ആദ്യം മുതൽ അവസാനം വരെ ഓരോ സെന്റൻസിനും തർക്കീബ് എഴുതി ഒമീറുകൾ മടക്കിയ സുന്ദരമായ ഒരു അൽഫിയ, അതുപോലെ തന്നെ ഫിഖ്ഹിലെ ഫത്ഹുൽ മുഈന്, ഉംദ അടക്കമുള്ള വ്യത്യസ്തങ്ങളായ കിതാബുകൾ ബഹുമാനപ്പെട്ടവർ അവിടുന്ന് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ അദ്കിയയും അതുപോലെ തന്നെ ഇഹ്യയുമാണ് ബഹുമാനപ്പെട്ടവരുടെ ഫേവറേറ്റ് ഗ്രന്ഥമായി അവിടുത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്കിയയിൽ ബഹുമാനപ്പെട്ടവരുടെ അദ്കിയയിൽ അദ്കിയയുടെ സൈഡിൽ ഇർഷാദ് യാഫിയിൽ പറഞ്ഞത്, അതുപോലെ തന്നെ മറ്റ് ഇഹ്യയിൽ പറഞ്ഞത്, അതൊക്കെ അവയുടെ സൈഡിലുണ്ട്. അഥവാ നമ്മുടെ ഈ ഉമ്മത്തിന് ഈ ഒരു പുതിയ കാലത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് ആത്മീയമായ ഒരു വഴിയിലൂടെ മാത്രമേ നമുക്ക് സുന്ദരമായ ഒരു ജീവിത വഴി സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട പല്ലാർക്കം മുസ്ലിയാർ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. അദ്കിയയിലെ ഓരോ വരികളിലും അവിടെ നിന്ന് ഒമിൻഹ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞ ഓരോ വരികളിലും അവിടുന്ന് ഇഹിയയിൽ നിന്ന് പ്രധാനപ്പെട്ടത് പറഞ്ഞതായ ഭാഗങ്ങളെല്ലാം അവിടുന്ന് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഷായറാനി റളിയല്ലാഹു അൻഹുവിന്റെ യവാഖീത്ത് അടക്കമുള്ള വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങളുടെ അവലംബത്തോടു കൂടിയാണ് അദ്കിയയെ വിശദീകരിച്ചത്. അതുപോലെ തന്നെ അവിടുത്തെ ഇഹിയയിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഇഹിയയിലും ഇതുപോലെ കൃത്യമായ ഒരു മനുഷ്യന്റെ ഇഹപര ജീവിതത്തിലേക്ക് വേണ്ട സുന്ദരമായ ഒരു വഴി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ വൈജ്ഞാനികമായ മികവും, അതുപോലെ തന്നെ അവിടുത്തെ സുഹൃത്തും അവിടുത്തെ ഉസ്ലത്തും ഹുമൂലും ഒക്കെ നമ്മൾ പ്രത്യേകമായി പരാമർശിക്കേണ്ടതാണ്. അഥവാ ഒരു ശമ്പളമില്ലാതെയായിരുന്നു ഈ 30 വർഷത്തോളം ഈ മഹല്ലിൽ ബഹുമാനപ്പെട്ടവർ കഴിഞ്ഞു കൂടിയത്. കമ്മിറ്റി ഇടപെട്ട് പല തവണയും ബഹുമാനപ്പെട്ടവർക്ക് ശമ്പളം നിശ്ചയിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നുവെന്ന് ഇവിടുത്തെ കാരണവന്മാർ പലരും നമ്മോട് പറഞ്ഞു. അപ്പോഴൊക്കെ ബഹുമാനപ്പെട്ടവർ ഒരിക്കലും ശമ്പളത്തിന് മെനക്കെട്ടിരുന്നില്ല. അവിടത്തേക്കുണ്ടായിരുന്നത് ഒരു തൂക്ക് പിരിവായിരുന്നു. ആ തൂക്കിൽ വല്ലപ്പോഴും വല്ലതും ഉണ്ടാകും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവുകയില്ല. പലപ്പോഴും ഭക്ഷണം ആരോടും ഒരു മനുഷ്യരോടും അവിടുന്ന് സഹായം തേടിയിരുന്നില്ല. ഭക്ഷണം വല്ലപ്പോഴും കിട്ടും, ആരെങ്കിലും കൊണ്ടുവന്നാൽ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കുകയില്ല. എന്നാൽ അവിടുന്ന് വറകൊക്കെ ശേഖരിച്ച് എവിടെയെങ്കിലുമൊക്കെ കാഞ്ഞിയുടെ പറമ്പിൽ നിന്നൊക്കെ പൂളക്കിഴങ്ങും കപ്പക്കിഴങ്ങും അതുപോലെ അനുബന്ധമായ വല്ലതും കൊണ്ടുവന്ന് പള്ളിയുടെയോ മറ്റോ സൈഡിൽ തീ കൂട്ടുമ്പോഴാണ് ഇന്ന് ഉസ്താദ് അവർ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് നാട്ടുകാർക്ക് തിരിച്ചറിയുക. ഇങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ജീവിതക്രമത്തിൽ ആരോടും ഒന്നും അവലംബിക്കാതെ, ആരെയും പരമാവധി ആശ്രയിക്കാതെ തന്റെ ഹാജിമുകളായി ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അഥവാ തനിക്ക് വേണ്ടി ഹിദ്മത്തെടുക്കാൻ ആരുടെയും ഹിദ്മത്ത് സ്വീകരിക്കാൻ മാത്രമുള്ള ആ ഒരു തവാദുവിന്റെയും വിനയത്തിന്റെയും ഹുമൂലിന്റെയും അങ്ങേയറ്റത്തെ ഒരു മർത്തബയിലായിരുന്നു ബഹുമാനപ്പെട്ടവർ വസിച്ചിരുന്നത്. ഇങ്ങനെ വളരെ ലഘുവായ ഭക്ഷണക്രമം, കലത്തപ്പമൊക്കെ ഉണക്കിയിട്ട് വർഷങ്ങളോളം അവിടുന്ന് ഭക്ഷിച്ചിരുന്നു. അഥവാ അവിടുന്ന് ഉണക്കി കലത്തപ്പങ്ങള് ഉണക്കാൻ പറ്റുന്ന ഭക്ഷണക്രമങ്ങളൊക്കെ അവിടുന്ന് എടുത്തു വെച്ചിരുന്നു. എന്നിട്ട് അത് എടുത്തു വെച്ച് ഈ ബഹുമാനപ്പെട്ട ഈ മശായിഖന്മാരുടെ ഹിയയിലും അതുപോലെ തന്നെ പലയിടങ്ങളിലും ഈ പല പഴയ സൂഫികളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അവരൊക്കെ ഹുബ്സ് ഉണക്കി വെച്ച മുജഫഫായ ഹുബ്സ് ഉണക്കി വെച്ചിട്ട് ആ ഹുബ്സ് കൊണ്ടു നടന്ന ചരിത്രങ്ങൾ പറയാറുണ്ട്. അതുപോലെയുള്ള ആ ഒരു മശായിഖന്മാരുടെ പിന്മുറക്കാരനായി നമ്മുടെ നാട്ടിൽ
എന്നാലോ ഈ വൈജ്ഞാനികമായി പുതിയ കാലത്ത് അത്യാവശ്യമായ മുഴുവൻ മേഖലകളിലും മഹാനവറുകൾ ഒരുപാട് മേഖലകളിലേക്ക് ഇടപെടാറുണ്ട്.